നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇനി 22 വാർഡ്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം പുതുക്കി വിജ്ഞാപനം ഇറക്കിയതോടെ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. പെരുവനം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 47ാമത് പെരുവനം ദേശക്കുമ്മാട്ടിയുടെ കൊടിയേറ്റവും പുതിയ കുമ്മാട്ടി മുഖങ്ങളുടെ സമർപ്പണവും നടന്നു. യുവജന സംഘത്തിന്റെ കൊടിക്കൂറ മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇനി 22 വാർഡ്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം പുതുക്കി വിജ്ഞാപനം ഇറക്കിയതോടെ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് വാർഡുകൾ പുതുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരെണ്ണം കൂടി വർദ്ധിപ്പിച്ച് 22 ആക്കി. 11 വാർഡുകൾ വനിതാ സംവരണമാണ്. 3 വാർഡുകൾ പട്ടികജാതി സംവരണവും 2 വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവുമായി. അവനിശ്ശേരിയിൽ നിലവിലുള്ള 14 വാർഡുകൾക്ക് പുറമെ 2 എണ്ണം വർദ്ധിപ്പിച്ച 16 വാർഡുകളാക്കി. 8 വാർഡുകൾ വനിതാ സംവരണമാണ്, ഒരെണ്ണം പട്ടികജാതി സംവരണവും. പാറളത്ത് നിലവിലുള്ള 15 വാർഡുകളിൽ പുറമെ 2 എണ്ണം കൂടി വർദ്ധിപ്പിച്ച 17 ആക്കിയിട്ടുണ്ട്. 9 വാർഡുകൾ വനിതാ സംവരണം, 2 എണ്ണം പട്ടികജാതി സംവരണവും, 1 വാർഡ് പട്ടികജാതി സ്ത്രീ സംവരണവുമാക്കി. വല്ലച്ചിറയിൽ നിലവിലുള്ള 14 വാർഡുകൾ കൂടാതെ 2 എണ്ണം കൂടി വർദ്ധിപ്പിച്ച 16 ആക്കി. 8 എണ്ണം വനിതാ സംവരണവും 3 എണ്ണം പട്ടികജാതി സംവരണവുമാണ്, 2 വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ 13 ഡിവിഷനുകൾക്ക് പുറമെ ഒരെണ്ണം കൂടി വർദ്ധിപ്പിച്ച 14 ആക്കി ഉയർത്തി. 7 എണ്ണം വനിതാ സംവരണം, 2 എണ്ണം പട്ടികജാതി സംവരണം, 1 എണ്ണം പട്ടികജാതി സ്ത്രീ സംവരണവുമാക്കി. പെരുവനം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 47ാമത് പെരുവനം ദേശക്കുമ്മാട്ടിയുടെ കൊടിയേറ്റവും പുതിയ കുമ്മാട്ടി മുഖങ്ങളുടെ സമർപ്പണവും നടന്നു. യുവജന സംഘത്തിന്റെ കൊടിക്കൂറ മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഏറ്റുവാങ്ങി. യുവജന സംഘം പുതിയതായി നിർമ്മിച്ച കുമ്മാട്ടി മുഖങ്ങളുടെ സമർപ്പണവും നടന്നു. കുമ്മാട്ടി മുഖങ്ങൾ കൊത്തിയ രാമചന്ദ്രൻ ചെർപ്പ, വിനീഷ് ചെർപ്പ, കുമ്മാട്ടി മുഖങ്ങൾക്ക് വർണ്ണങ്ങൾ ചാർത്തിയ സുരേഷ് അടാട്ട്, വിജയരാജ് വെങ്ങിണിശ്ശേരി എന്നിവരെ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവർ ചേർന്ന് ആദരിച്ചു. 16-നാണ് പെരുവനം കുമ്മാട്ടി മഹോത്സവം. പെരുവനം കുമ്മാട്ടി പുണ്യജന്മമാസത്തിലെ 2 നാളിലാണ് എല്ലാ വർഷവും കുമ്മാട്ടി ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ 47 വർഷമായി അതിഗംഭീരമായി നടന്നു. ഇന്ന് ഈ കുമ്മാട്ടി ഇക്കൊല്ലത്തെ കുമ്മാട്ടി ആഘോഷത്തിൻ്റെ കുടിയേറ്റ സുദിനമാണ്. ഈ സുദിനത്തിൽ ഒരു ചരിത്ര സംഭവം ഇവിടെ നമ്മൾ കണ്ടതാണ്. 3 കുമ്മാട്ടി മോന്തകൾ മരത്തിൽ നിർമ്മിച്ച് അതിൻ്റെ എല്ലാ തനിമയോടും കൂടി അതിൻ്റെ വർണ്ണഭംഗിയോടുകൂടി നമ്മുടെ ചേർപ്പിൻ്റെ ശില്പി തന്നെ ആയ രാമചന്ദ്രനും സുരേഷും നമ്മുടെ ചേർപ്പുകാരനാക്കി. അടാട്ടുകാരനാണ് വിജയരാജും. അദ്ദേഹം വെങ്ങണിശ്ശേരിക്കാരനാണ്. 3 പേരും അടുത്തടുത്തുള്ള ആൾക്കാരാണ്. 3 ശില്പികളുടെ മനോഹരമായ കരവിരുതിൻ്റെ ഫലമായിട്ട് മനോഹരമായ 3 കുമ്മാട്ടി മോന്തകൾ മുഖം നമുക്ക് ഇന്നിവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇത് പെരുവനം കുമ്മാട്ടി ചരിത്രത്തിലെ ഒരു പുതിയ അനുഭവമാണ്. അതുപോലെ തന്നെ ഇന്ന് നടന്ന കൊടിയേറ്റം എന്തുകൊണ്ടോ ഇന്ന് സൗകര്യം നോക്കി ഞായറാഴ്ച
നമ്മൾ ഈ ഡേറ്റ് തീരുമാനിച്ചുവെങ്കിലും ഇന്ന് ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രമാണ്. ചോതി കൊടികേറി തിരുവോണം ആറാട്ടോടുകൂടി ഉത്സവം നടക്കുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഇന്ന് മൂശാരി ഉത്സവം. മൂശാരി ഉത്സവം എന്ന് പറയുന്നത് ഒരു ശില്പം തീർത്തുകൊണ്ട് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് ദേവനിൽ ലയിച്ചു എന്ന് പറയുന്ന ശില്പി. ആ ശില്പിയെ ബഹുമാനിക്കാൻ വേണ്ടി തൃപ്പൂണിത്തുറയിൽ കൊച്ചി മഹാരാജാവ് നടത്തുന്ന മൂശാരി ഉത്സവം കുടിയേറ്റമാണെന്ന്, ആ സുദിനത്തിലാണെന്ന് പെരുമനത്ത് കുമ്മാട്ടിയുടെ 3 ശില്പികളെ ആദരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ഈ തിരുവോണം കഴിഞ്ഞ് 2 നാളിൽ നടക്കുന്ന കുമ്മാട്ടി ആഘോഷം വൻ വിജയമായി തീരട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ മൂശാരി ഉത്സവം ഇന്ന് ചോദ്യ കൂടിയേറ്റാണ് എന്ന് പറഞ്ഞു. അത് നമുക്ക് ആ വലിയൊരു ഉത്സവത്തിൻ്റെ ശാഖയിലേക്ക് നമുക്ക് ഈ ഉത്സവം ഈ ദിവസം തന്നെ നമുക്ക് തോന്നിയത് എന്തൊരു ഇരട്ടേപ്പനൊരു അനുഗ്രഹമായിട്ട് നമുക്ക് അദ്ദേഹത്തിന് നിശ്ചയമായിട്ട് കണക്കാക്കണം. അതുപോലെ ഒരു ഉത്സവം ഇപ്പോൾ ഇരട്ടേപ്പൻ്റെ തിരുമുമ്പിൽ കുമ്മാട്ടി ഉത്സവം കൊടിയേറി. അപ്പോൾ അത് നമുക്കൊരു പ്രത്യേക കാര്യമാണ് കൊല്ലം തൊട്ട്. അപ്പോൾ ഇനി എല്ലാ കൊല്ലം കൊടിയേറി ആറാട്ടായിട്ട് നമ്മുടെ കുമ്മാട്ടി ആഘോഷം നടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അത് വലിയൊരു സംഭവമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പൂജാ പുഷ്പങ്ങൾക്ക് വേണ്ടിയുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ജീവനക്കാരൻ കെ മനോജ് കുമാറാണ് പൂജാപുഷ്പങ്ങൾക്കുള്ള ചെടികൾ സമർപ്പിച്ചത്. ചടങ്ങിൽ ദേവസ്വം ജീവനക്കാരായ പി ബാലകൃഷ്ണൻ, രാകേഷ് ഉണ്ണിയാമ്പുറത്ത്, ഉണ്ണിക്കുട്ടൻ, വിശ്വജിത്ത്, ധീരജ്, സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദേവസ്വത്തിന്റെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ കായകളൊക്കെ വിറ്റഴിച്ച് കഴിഞ്ഞാൽ ഇനി പച്ചക്കറി വരും അല്ലേ? നമ്മുടെ ഓണ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം പച്ചക്കറിയാണ്, പിന്നെ രണ്ടാമത്തെ ദിവസം അടുത്ത സ്റ്റെപ്പ് അങ്ങനെ നടക്കുകയാണ്. ഇതിനൊക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് ഗവൺമെൻറ് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ മേഖലകളിൽ മാത്രമല്ല, കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഓണ ഉത്സവ കാലങ്ങളും അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ എങ്ങനെ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാമോ ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നു. CPI മണ്ഡലം സെക്രട്ടറി ശശിധരന് പലചരക്ക് കിറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. സംഘം പ്രസിഡന്റ് CR മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു. മുൻ സംഘം പ്രസിഡന്റ് P ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ കുട്ടൻ, വാർഡ് മെമ്പർ TB സുബ്രഹ്മണ്യൻ, CPM വല്ലച്ചിറ ലോക്കൽ സെക്രട്ടറി NT ശങ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം TK ഗോപി, സംഘം സെക്രട്ടറി ഇൻചാർജ് T ബൈജു, ഭരണസമിതി അംഗങ്ങളായ ജലജ പ്രസാദ്, PA ചന്ദ്രൻ, TK ജയ, ഹേമലത ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബാബു, ഭരണസമിതി അംഗങ്ങളായ PM അനിലൻ, TN സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും സംഘടിപ്പിച്ചു. തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്തറ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസാർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജീവൻ, സെക്രട്ടറി സുരേഷ് K കരുൺ, സാനി ചക്കാലക്കൽ, ആലത്തൂർ ഗോപി, VV മുരളീധരൻ, സമിതി ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ്, MM അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച പൊതുപ്രവർത്തകയായ സോഫി ഫ്രാൻസിസ്, മികച്ച പൊതുപ്രവർത്തകനായ സുനിൽ ചാണശ്ശേരി, മികച്ച ജൈവ കർഷകനായ മോഹനൻ കള്ളാടത്ത്, പഞ്ചഗുസ്തി ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അരവിന്ദ് രാമൻ എന്നിവരെ ആദരിച്ചു. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി തൃശൂർ ജില്ലാ ടീം ഓണക്കിറ്റ് വിതരണം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂട്ടം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിന്ദു ദാസൻ, ചാരിറ്റി സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ, ചാരിറ്റി രക്ഷാധികാരി തോമസ് പുലിക്കോട്ടിൽ, കരുവന്നൂർ DMLP സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ്, പോൾ ജോർജ്, സന്ധ്യ ദേവിദാസൻ, അബ്ദുൾ ഹക്കീം എന്നിവർ പങ്കെടുത്തു. വിദ്യാലയത്തിലെ സഹപാഠികൾക്ക് ഓണക്കോടിയുമായി ചേർപ്പ് CNN GLP സ്കൂൾ വിദ്യാർത്ഥികൾ. ഓണക്കോടി ആവശ്യമുള്ള കുട്ടികൾക്കാണ് സഹപാഠികൾ എത്തിച്ച വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്.
പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ, അധ്യാപകരായ പ്രശാന്ത്, സുജിത, രാജി, ഷീന എന്നിവർ നേതൃത്വം നൽകി. കരുണയുടെ ഓണം ആഘോഷിച്ച് പാലിശ്ശേരിയിലെ പുനർജനി സഹായ സംഘം. അർഹരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ്, അരി, ഓണപ്പുടവ എന്നിവ വിതരണം ചെയ്തു. ഓണാഘോഷം ഉദ്ഘാടനവും കിറ്റ് വിതരണവും പൊതുപ്രവർത്തകനായ പ്രിൻസൻ അവണിശ്ശേരി നിർവഹിച്ചു. പുനർജനി അംഗം ചിത്ര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, പഞ്ചായത്ത് അംഗം ഇന്ദിര ജയകുമാർ, ജോഷി പുനർജനി എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഏത് സമയവും ബന്ധപ്പെട്ടാൽ പുനർജനി സഹായം എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുറുക്കഞ്ചേരി ഏരിയ കമ്മിറ്റി CR ജയൻ അനുസ്മരണവും പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ജിഷ ആദിത്യൻ ഉദ്ഘാടനം ചെയ്തു. CK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗിരിജ, ഷീല തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 4 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നാണ് ബാഗിലാക്കിയ നിലയിൽ 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് റെയിൽവേ ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന് ട്രെയിനിൽ പരിശോധന നടത്തിയത്. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. കൊരണംചിറ റെസിഡൻസ് അസോസിയേഷൻ 1ാം വാർഷികാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് തണ്ടയാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈൻ ചെരുവിൽ, 7ാം വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ, എസ്എൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പുരുഷോത്തമൻ, കവയിത്രി ബൽക്കീസ് ബാനു, അസോസിയേഷൻ ട്രഷറർ മധു, CK ദിനേശ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK വേലായുധൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ കണ്ണൻ പൊയ്യാറ, ഉദയൻ വലയിൽ, സിവിൽ തൈപ്പറമ്പത്ത്, സുനിൽ കുമാർ, CT ഷൺമുഖൻ, ബാബു പുതുവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അദാലത്തുകൾ നടത്തേണ്ടാത്ത വിവിധ സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും. അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാകരുത്. ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് 86%. ഏറ്റവും കൂടിയത് 99%. പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി MB രാജേഷ് അറിയിച്ചു. എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയാണ് അദാലത്ത് തിരഞ്ഞെടുപ്പ്. നിയമലംഘനങ്ങൾ മുഴുവൻ സാധൂകരിച്ച് നൽകാനുള്ള ഒരു മേളയല്ല. ചട്ടം, നിയമം ഇതിനകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാവുന്ന, ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ലക്ഷ്യം. ചട്ടപ്രകാരം വലിയ ലംഘനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചട്ടം വ്യാഖ്യാനിച്ചതിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വസ്തുത വേണ്ടത്ര പരിശോധിക്കാത്തതിൻ്റെ പ്രശ്നമാവാം, തെറ്റായി വ്യാഖ്യാനിച്ചതുണ്ടായതാവാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നൂലാമാലകളിൽ പെട്ട് കിടക്കുന്നത്. ഇതുവരെയുള്ള അദാലത്തിൻ്റെ അനുഭവം വെച്ചാണ് പറയുന്നത്. ചില അദാലത്തുകൾ പരിപൂർണ്ണ നിയമലംഘനമുള്ള കേസുകൾ.
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. ജനകീയ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൃശൂർ മേയർ എം കെ വോഗീസ്, എംഎൽഎമാരായ പി ബാലചന്ദ്രൻ, വി ആർ സുനിൽകുമാർ, എൻ കെ അക്ബർ, ഇ ടി ടൈസൺ മാസ്റ്റർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊമ്പൻ കുറുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു. തൃശൂർ കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 54 വയസ്സായിരുന്നു. നീരിലായിരുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി കെട്ടുതറയിലായിരുന്നു. ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. 25 വർഷമായി ശിവശങ്കരനെ കേച്ചേരി സ്വദേശി സുകുമാരൻ വാങ്ങിയിട്ട്. കഴിഞ്ഞ 8 വർഷമായി ശിവശങ്കരന്റെ മകൻ ദിലീപാണ് ആനയെ പരിപാലിച്ചു വന്നിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇനി 22 വാർഡ്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം പുതുക്കി വിജ്ഞാപനം ഇറക്കിയതോടെ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു. പെരുവനം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 47ാമത് പെരുവനം ദേശക്കുമ്മാട്ടിയുടെ കൊടിയേറ്റവും പുതിയ കുമ്മാട്ടി മുഖങ്ങളുടെ സമർപ്പണവും നടന്നു. യുവജന സംഘത്തിന്റെ കൊടിക്കൂറ മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ തുടക്കമായി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ സർവീസ് സഹകരണ സംഘം സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.